രാവിലെ തന്നെ പാട്ടൊക്കെ ആയിട്ടാണല്ലോ അസു. ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ ടീച്ചറെ? ഓ ഹാപ്പി വാലന്റൈൻസ് ഡേ അസു. ഹാപ്പി വാലന്റൈൻസ് ഡേ. എന്താ ഈ വാലന്റൈൻസ് ഡേന്റെ പ്രത്യേകത എന്ന് അസുവിന് അറിയോ? ഫെബ്രുവരി മാസമാണല്ലോ. തീർച്ചയായിട്ടും. ഫെബ്രുവരി 7 മുതൽ 14 വരെ റോസ് ഡേ, പ്രൊപ്പോസ് ഡേ, ചോക്ലേറ്റ് ഡേ, കിസ് ഡേ, ഹഗ് ഡേ, ടെഡി ഡേ, അങ്ങനെ വാലന്റൈൻസ് ഡേ. ഇന്ന് ആ ദിവസമാണ്. അങ്ങനെ ഫെബ്രുവരി 14 എന്ന് പറയുമ്പോൾ വാലന്റൈൻസ് ഡേ ആണ്. എന്താണ് വാലന്റൈൻസ് ഡേ? ചിലവര് ഹാപ്പി വാലന്റൈൻസ് ഡേ എല്ലാവരും പറയും ഹാപ്പി വാലന്റൈൻസ് ഡേ. ചിലവർക്ക് അറിയില്ല എന്താണ് വാലന്റൈൻസ് ഡേ എന്നുള്ളത്. എന്തായാലും ടീച്ചർ കഥ എന്നും പറയാറുണ്ടല്ലോ, ഇതിന് വല്ല പ്രത്യേക കഥയുണ്ടോ? ഉണ്ട് സോ, എല്ലാറ്റിനും കഥയുള്ള പോലെ വാലന്റൈൻസ് ഡേക്കും ഒരു കഥയുണ്ട്. അതെ, കഥ പറയാം. പണ്ട് റോമില് ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ക്ലോഡിയസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ജീവിതത്തിലെ സ്നേഹത്തിനോ ബന്ധങ്ങൾക്കോ ഒരു പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ എപ്പോഴും യുദ്ധം എന്ന ഒരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിലെ യുവാക്കള് യുദ്ധത്തിൽ ഏർപ്പെടില്ല. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം എടുക്കുകയാണ്, രാജ്യത്ത് ഇനി കല്യാണം അല്ലെങ്കിൽ വിവാഹം വേണ്ട എന്ന്. അപ്പോൾ റോമിൽ വിവാഹം നടക്കാതിരുന്നു. പക്ഷേ അവിടെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വാലന്റൈൻ എന്നായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വളരെ സ്നേഹത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളായിരുന്നു. ജീവിതത്തിൽ സ്നേഹത്തിനും പ്രണയത്തിനും ഒരുപാട് മൂല്യം കൊടുക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ചക്രവർത്തി അറിയാതെ തന്നെ രാജ്യത്തെ യുവാക്കളെ, സ്നേഹിക്കുന്ന യുവാക്കളെയും യുവതികളെയും ഒക്കെ കണ്ടുപിടിച്ച് വിവാഹം കഴിച്ചു കൊടുത്തു. ആദ്യം ഇത് ആരും അറിഞ്ഞിരുന്നില്ല. കാലക്രമേണ ഇത് രാജാവ് അറിയാൻ തുടങ്ങി. രാജാവ് എന്ത് ചെയ്തു? ബിഷപ്പ് വാലന്റൈനെ ജയിലിലടച്ചു. പക്ഷേ ബിഷപ്പിൻ്റെ സ്നേഹമോ പ്രണയമോ ഒന്നും അവിടെ നിന്നില്ല. അദ്ദേഹം അവിടുത്തെ ജയിലറുടെ മകളുമായിട്ട് പ്രണയത്തിലായി. അതേ കുട്ടിയാണെങ്കിൽ അന്ധയായ ഒരു പെൺകുട്ടിയായിരുന്നു. അത് വേറൊരു തലത്തിലുള്ള പ്രണയമായിരുന്നു. ഇതറിഞ്ഞ രാജാവ് എന്ത് ചെയ്തു? വാലന്റൈനെ, അതായത് ബിഷപ്പ് വാലന്റൈനെ തൂക്കിലേറ്റാൻ തീരുമാനിക്കുകയാണ്. ആ തൂക്കിലേറ്റാൻ കൊണ്ടുപോകുന്ന ദിവസമായിരുന്നു ഫെബ്രുവരി 14 എന്നത്. അദ്ദേഹം പോകുന്ന സമയത്ത് ഒരു കുറിപ്പെഴുതി വെക്കുകയാണ്, ഫ്രം യുവർ വാലന്റൈൻ എന്ന്. അങ്ങനെ സ്വന്തം ജീവൻ പോലും പ്രണയത്തിന് വേണ്ടി കൈവെടിഞ്ഞ ഒരു വൈദികന്റെ ദിവസമാണ് ഈ ഫെബ്രുവരി 14. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഫെബ്രുവരി എന്നുള്ളൊരു മാസം എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതയുള്ള മാസമാണ്. അത് ഒരു കഥയായിരിക്കാം, പക്ഷെ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം കൊടും ശൈത്യം കഴിഞ്ഞിട്ട് വേനൽക്കാലത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ഫെബ്രുവരി എന്ന് പറയുന്നത്. ഒരുപാട് യാത്രകൾ നടത്തുന്ന മാസമാണ്. പ്രകൃതി പോലും കനിഞ്ഞ് അനുഗ്രഹിച്ച മാസം കൂടിയാണ് ഫെബ്രുവരി എന്നുള്ളത്. പിന്നെ നമുക്കറിയാം, മാസത്തിൽ എന്താണ് 28 ദിവസമല്ലേ ഉള്ളൂ ഫെബ്രുവരിക്ക്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള മാസം കൂടിയാണ്. അപ്പൊ അസു തന്നെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ ഈ വാലന്റൈൻസ് ഡേയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഒരുപാട് ദിവസങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്താണ് ഇത് എത്തുന്നത്. അപ്പൊ ആഘോഷങ്ങളുടെ ഒരു മാസമാണ് ഫെബ്രുവരി എന്നുള്ളത്. ടീച്ചർ പ്രണയത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ടീച്ചറുടെ കാഴ്ചപ്പാടിൽ എന്താണ് പ്രണയം? എൻ്റെ പ്രണയം എന്ന് പറയുന്നത് അസു തീർത്തും വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു കാലത്തിനനുസരിച്ച് പ്രണയത്തിന്റെ വേർഷൻ തന്നെ മാറുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പഴയ കാലത്തെ പ്രണയം എന്ന് പറയുന്നത് വളരെ തീവ്രമായിരുന്നു. അപ്പൊ അസു ചോദിക്കും, ഇന്ന് തീവ്രമല്ലേ എന്ന് ചോദിക്കും. ഇന്നും ഭയങ്കര തീവ്രം തന്നെയാണ്. പക്ഷെ പ്രണയത്തിന്റെ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ന് കൂടുതലാണ്, അല്ലെ? ഇന്ന് നമുക്കറിയാം, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, പ്രണയിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അന്ന് അതൊന്നുമില്ല. അന്നൊരു നോട്ടം കൊണ്ടൊക്കെ ആയിരിക്കും പ്രണയം പറയുന്നത്, അല്ലെ? ഒരു റോഡരികിലോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലോ അല്ലെങ്കിൽ ബസ്സിൽ കയറി പോകുമ്പോൾ ഒരു വിൻഡോ സൈഡിൽ ഇരുന്നിട്ടോ അങ്ങനെയൊക്കെയാണ്, ഒരു നോട്ടം കൊണ്ടുള്ള പ്രണയങ്ങളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ചുകൂടി സാഹിത്യത്തിൽ പറയുകയാണെങ്കിൽ, വെളുത്ത പുസ്തകത്തിലെ നീല അക്ഷരങ്ങളായിരുന്നു എൻ്റെ പ്രണയം എന്ന് പറയുന്നത്. അതായത് കത്തുകളുടെ ഒക്കെ കാലമായിരുന്നല്ലോ ആ ഒരു കാലം എന്ന് പറയുന്നത്. പിന്നെ പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പുസ്തകങ്ങളെ പ്രണയിച്ചിട്ട് പ്രണയത്തിലേക്ക് എത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഷേക്സ്പിയറിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട്, മാക്ബത്ത്, പിന്നെ ആന്റോണിയ ആൻഡ് ക്ലിയോപാട്ര, അതൊക്കെ വായിച്ചിട്ട് പ്രണയത്തിലായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒ.വി. വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം, ആ ഒരു. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും സിനിമകളൊക്കെ നമ്മളെ പ്രണയത്തിൽ കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലേ? സിനിമകൾ എങ്ങനെയാ ടീച്ചറെ സ്വാധീനിച്ചത്? എനിക്ക് തോന്നുന്നു സിനിമയിലെ ഹീറോയിസം, അല്ലെ, അന്നും ഇന്നും നമ്മളെ കുറെ കൂടി ആകർഷിക്കാറുണ്ട്. പഴയ കാലഘട്ടത്തിൽ ആരാണ്? പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അച്ഛനും അമ്മയൊക്കെ കൂടുതലും കാണുന്നത് പ്രേം നസീറിന്റെ സിനിമകളായിരിക്കും. പിന്നെ ഞാനൊക്കെ കടന്നു വന്നത് മമ്മൂട്ടി, മോഹൻലാല് അങ്ങനെയൊക്കെയുള്ള നടന്മാരുടെ വളർച്ചയിലാണ്.
എനിക്ക് തോന്നുന്നു പാട്ടുകൾ പ്രണയത്തിൽ ആഴ്ത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഓ, ജീവിതമായി കണക്ട് ചെയ്യാൻ പറ്റിയ പഴയ പാട്ടുകൾ വല്ലതും ഉണ്ടോ മനസ്സിൽ? ഇഷ്ടം പോലെ ഉണ്ട്. നിൻപദങ്ങളിൽ നിന്നുള്ള അറിയോ സുനി? എനിക്ക് രണ്ടുപേരും മൂളും. അത് സിനിമ പേരൊന്നും അറിയില്ല, എനിക്കും പേരറിയില്ല. പക്ഷെ അഭിനയിച്ചിരിക്കുന്നത് പ്രേംനസീറും ഷീലയാണെന്ന് തോന്നുന്നു. നിൻപദങ്ങളിൽ എനിക്ക് അങ്ങനെ ആ പാട്ട്, ആ പാട്ടിന് ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. നമുക്ക് എന്റെ ആ കാലത്തിലേക്ക് പോയാലോ? അസുനിയും കൂടി കൊണ്ടുപോവാണ് കേട്ടോ. ഓക്കെ, നമുക്ക് പോവാം. നിൻപദങ്ങളിൽ നൃത്തമാടിലും എന്റെ സ്വപ്നജാലം. മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. നീയൊരു മലർവാടി മധുമലർ മുട്ടുകൾ പോരാടി മിഴികളാടി. ഒന്ന് വൃത്തിയിരിക്കുന്നു. നിൻപദങ്ങളിൽ നൃത്തമാടിടും എന്റെ സ്വപ്നജാലം. എങ്ങനെയുണ്ടായിരുന്നു അസു ആ കാലം? ശരിക്കും ആ ഓർമ്മകളിൽ നിന്നൊന്നും ഇപ്പോഴും വിട്ടുപോരാൻ പറ്റുന്നില്ല. സത്യം, ആ പഴയ കാലഘട്ടത്തിലേക്ക് എന്നെ പോവാൻ തോന്നുന്നുണ്ട്. അസു പ്രണയിച്ചിട്ടുണ്ടോ? ഓ പിന്നെ ഒരുപാട് പ്രണയിച്ചിട്ടുണ്ട്. ഒരുപാട് പ്രണയിച്ചിട്ടുണ്ടല്ലേ? ആ കഥ ഒന്ന് പറഞ്ഞേ. ചെറുപ്പം മുതലേ പ്രണയ. അത് ശരി. 1ാം ക്ലാസ്സിൽ പ്രണയിച്ചു, 1ാം ക്ലാസ്സിൽ. ഓക്കെ. 4ാം ക്ലാസ്സിൽ പ്രണയിച്ചു, 8ൽ പ്രണയിച്ചു, 12ൽ പ്രണയിച്ചു. അതായത് ഒരു 4 വർഷത്തെ ഇടവേള. 1ാം ക്ലാസ്സിലെ പ്രണയത്തെ കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ അസുന്? ഒന്നുമില്ല, ജസ്റ്റ് കണ്ണിൽ നോക്കിയിരിക്കുക. അത് നമുക്കൊരു ഇഷ്ടം തോന്നാം. ലവ് ഓർ അട്രാക്ഷൻ ബോത്ത് ഇൻ വൺ പേഴ്സൺ. അതാണ് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ 1ാം ഐ ക്ലാസ്സിൽ? ലവ് യു എന്നൊന്നും പറഞ്ഞില്ല, വെറുതെ ജസ്റ്റ് അവൾ കാണുമ്പോ തോന്നുന്ന ഒരു ഇഷ്ടം, അത്രേ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ 1, 4, 8, 12 എന്നൊക്കെ പറഞ്ഞില്ലേ, ശരിക്കും ഒരു പ്രണയത്തിന്റെ കഥയല്ല അത്. അതൊരു തേപ്പുകാരിയുടെ കഥയാണ്. അങ്ങനെയല്ല, പ്രണയം ഉണ്ടെങ്കിലല്ലേ തേപ്പുണ്ടാവൂ. അപ്പൊ അസു പറഞ്ഞു വരുന്നത് പ്രണയത്തിന്റെ മറ്റൊരു വശമാണ് തേപ്പ് എന്നാണ് അല്ലേ? അതെ, ഭൂരിഭാഗം അങ്ങനെ. പ്രണയിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തേക്കും, പിന്നെ അങ്ങനെ വളയും, പിന്നെ ഒടിയും. അസു, നമ്മളിപ്പോ പ്രണയത്തെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ആദ്യം സംസാരിച്ചില്ലേ, ഫെബ്രുവരിക്ക് ഒരുപാട് വാലന്റൈൻസ് ഡേയിൽ എത്തി നിൽക്കുന്നത് ഒരുപാട് ദിവസങ്ങളിലൂടെയാണ്. ശരിക്കും ഇന്നത്തെ വാലന്റൈൻസ് ഡേ കഴിഞ്ഞാലും കുറെ ദിവസങ്ങൾ ബാക്കിയുണ്ട്. അസു ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? സ്ലാപ്പ് ഡേ, കിക്ക് ഡേ, അതില് പെർഫ്യൂം ഡേ, മിസ് യു ഡേ. അത് കഴിഞ്ഞ് ലാസ്റ്റിലൊരു ദിവസം ഉണ്ട്. എന്താ അതെന്നറിയോ? ബ്രേക്കപ്പ് ഡേ. ബ്രേക്കപ്പ് ഡേയോ? അതാസു പറഞ്ഞത്. ഇന്നത്തെ ഏറെക്കുറെ പ്രണയങ്ങളും ബ്രേക്കപ്പിൽ അവസാനിക്കുന്നതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ആസിഡ് ഡേ, കഷായം ഡേ, ഇങ്ങനെയൊക്കെ ദിവസങ്ങൾ ഒന്നുകൂടി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ ഇന്നത്തെ കുട്ടികളുടെ പ്രണയം കാണുമ്പോൾ? അവസാനം എത്തുന്നത് കൊലപാതകത്തിൽ നിന്നാണ്. അതെ, പണ്ട് അത്തരത്തിലുള്ള പ്രണയം ഉണ്ടായിരിക്കാം, നമ്മൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് കൂടുതലും ഇത്തരത്തിലുള്ള പ്രണയങ്ങളിലേക്കാണ് നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്നത്. എൻ്റെ ഒരു അനുഭവം തന്നെ ഞാൻ അസോട് പറയാം. ഒരിക്കലും ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ഒരു കുഞ്ഞുകുട്ടി എന്നോട് ചോദിക്കുകയാണ്. അവൻ എൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ്, ടീച്ചറെ എല്ലാവർക്കും ലൈനുണ്ട്, എനിക്ക് മാത്രം ലൈനില്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ പ്രണയം എന്നത് എന്തോ ഒരു ലൈനാണ്. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്യുകയാണത്. അത് പ്രണയത്തിന്റെ എന്താണ് ആത്മാർത്ഥതയെന്നോ അതിന്റെ സ്നേഹം എന്താണെന്നോ അത് അവരറിയുന്നില്ല. ടീച്ചർക്ക് പ്രണയത്തെ കുറിച്ച് എന്ത് മെസ്സേജാണ് നൽകാനുള്ളത്? എനിക്ക് പറയാനുള്ളത് അസു, അത് എനിക്ക് ഒരുപക്ഷെ ശരിയായിരിക്കാം, മറ്റുള്ളവർക്ക് ശരിയാവണമെന്നില്ല. എന്നാലും എനിക്ക് പറയാനുള്ളത്, നമുക്ക് പരസ്പര വിശ്വാസം ഉണ്ടാവണം, പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ആവണം, വിട്ടുവീഴ്ച ഉണ്ടാവണം, കൺസേൺ ഉണ്ടാവണം. പിന്നെ ചിലരുടെ പ്രണയം എന്ന് പറയുന്നത് ഒരാളിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നതാണ്. അതായത് ഒട്ടും സ്പേസ് ഉണ്ടാവില്ല. അത് പാടില്ല. ആത്മാർത്ഥത ഉണ്ടാവണം. ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ പ്രേംനസീറിന്റെ പ്രണയത്തെ കുറിച്ച്? പ്രേംനസീർ മുന്നിൽ വരികയാണെങ്കിൽ ആ 2 വരി ഞാൻ പറഞ്ഞോട്ടെ? അതെനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അതെ, ആയിക്കോട്ടെ. അമ്മണ്ടിപ്പണി, ആ നിന്നെ എനിക്ക് ഇഷ്ടമാണ്, ഐ ലവ് യു. താങ്ക് യു സോ. ഇതെന്താ ഒരു സർപ്രൈസ് ഒക്കെ ഉണ്ടല്ലോ, തുറന്നു നോക്കൂ. Wow. Thank you so much. Once again, happy Valentine's Day. Happy Valentine's Day.